കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ അച്ചൂസ് പറഞ്ഞു എവിടെയെങ്കിലും നടക്കാൻ പോകണമെന്ന്. എവിടേക്കപ്പോൾ നടക്കാൻ പോവുക? അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല. അപ്പോൾ പണ്ട് ഞങ്ങൾ നടക്കാൻ പോയ പോലെ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ സെൽവി കുട്ടിയുണ്ട്. ഇതാണ് കേട്ടോ സെൽവി. എപ്പോൾ വന്ന് സെൽവി? ഇന്ന് വൈകുന്നേരം അല്ലേ? ആ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് വെറുതെ എവിടെയെങ്കിലും പോവാല്ലേ? ഈ പരിസരത്തൊക്കെ നടക്കണോണ്ടാണ് ഞാൻ ഈ വേഷത്തിൽ തന്നെ ഇറങ്ങിയത്. വേറെ ഡ്രസ്സ് മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അവിടെ. അതായത് ഇങ്ങനെ പരന്ന് കിടക്കല്ലേ, അല്ലറ ചില്ലറ ആരെങ്കിലും കണ്ടാലായി, അത്രയേ ഉള്ളൂ കേട്ടോ. നടക്കാൻ ഇറങ്ങി കണ്ടപ്പോൾ അതേ നമ്മുടെ വർത്താനം പറയുന്ന നായക്കുട്ടിയുണ്ടല്ലോ, നായക്കുട്ടിയല്ല നായ, അത് മൂത്രം വെച്ചു. അതും അതിൻ്റെ കുഞ്ഞും നമ്മുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. ഇവർ കുറച്ച് ദൂരം വരെ വരുമായിരിക്കും, പിന്നെ അവർ നമ്മുടെ കൂടെ ഒന്നും വരില്ല കേട്ടോ. അവരങ്ങനെ പോയിക്കോളും. നല്ല മഴക്കാറുണ്ട്, വെയിൽ ഒട്ടുമില്ല. ഇപ്പോൾ സമയം 5 മണിയാണ്, എന്നാലും നല്ല വെയിലിൻ്റെ സമയമാണ്. 5 മണിയാണെങ്കിലും മലയായതും കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന ഉദിക്കല്ല അസ്തമിക്കുന്ന നേരമൊക്കെയാണ്. എവിടെ നടക്കാൻ പോകണമെന്ന് ഒരു ഐഡിയയും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കൂടി നേരെ പോയാലും അങ്ങോട്ട് നടക്കാൻ പോവാ, ഈ റോഡിൽ കൂടി മേലെ പോയാലും നടക്കാൻ പോവാ. ആ വേലി കെട്ടി അവിടെ മുകളിലാ, അവിടെ പോയിട്ട് ഇന്ന് രാത്രി ഇങ്ങോട്ട് എത്തൂല. പുലി ആനൊക്കെ വന്ന് എന്ത് ചെയ്യും? ഒരു പശുവിനെ ആട്ടത്തെ വഴിയിൽ നിന്ന് മാറിക്കൊള്ളി. നമ്മൾ പശുവല്ല, അത് കാളയാണ്. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല സുഖമുണ്ട്. ഇത്ര നേരം നല്ല ചൂടായിരുന്നു, അപ്പോൾ ഈ വെയിലും താഴ്ന്നു, കുറേശ്ശെ മഴക്കാറും വന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട് അല്ലേ? നല്ല കാറ്റും അടിപൊളിയില്ലേ? പ്രാവിൻ്റെ ഒരു കൂട്ടാട്ടോ പറഞ്ഞത്, വട്ടമിട്ട് പറക്കുന്നുണ്ടോ? എണ്ണം കുറവാണ്, ഇത്ര അല്ല അവിടെ ഉള്ളത്, കൂടുതലുണ്ട്. ഇപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ, ഒരു കുത്ത് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ പ്രാവിനെ. അവിടെ ഒരു ചേച്ചി ആട് മേയ്ക്കുന്നുണ്ട്. ഒരു 5-6 ആടൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പറ്റ ആടിനെയും കൊണ്ട് വരുന്നതാണ്. ഇന്ന് എന്തോ എല്ലാം കുറവാണ്, പ്രാവിൻ്റെ കൂട്ടവും കുറവാണ്, ആടും കുറവാണ്. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗ്ഗം കേട്ടോ ഈ ആട് മേയ്ക്കൽ, പശുവൊക്കെ. നല്ല മഞ്ഞുകാലമൊക്കെ വരില്ലേ, അപ്പം നമ്മൾ മഞ്ഞ് കൊള്ളാൻ വേണ്ടിയിട്ട് ഈ മരം ഉണ്ടല്ലോ, ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ അച്ചൂസ് പോയിരിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ഇരിക്കാറുണ്ട്. സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഇപ്പോൾ ഒന്നും പോവില്ല, ഒരു 7 മണിയോട് അടുക്കുമ്പോഴേ നമ്മൾ പിന്നെ ഇവിടുന്ന് പോവാറുള്ളൂ. ഞാനിവനും മാത്രമായിട്ട് വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ 7 മണിയാകുമ്പോൾ പോണത്, അല്ലെങ്കിൽ ഒരു 8 മണി വരെയൊക്കെ ഇരിക്കുക. അതായത് ഇവിടെ നല്ല വെളിച്ചം ഉണ്ടാവും, എന്താ ഈ പോസ്റ്റിൽ ലൈറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ സമയത്ത് നല്ല സൂപ്പർ കാലാവസ്ഥയായിരിക്കും. കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ മേലെ പോവാല്ലേ? നേരത്തെ ആകാശത്തൂടെ വട്ടട്ടിരുന്ന പ്രാവുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അടുത്തേക്ക് പോയി നോക്കാം കേട്ടോ, ചിലപ്പോൾ പറക്കുമെന്നറിയില്ല. ഇവിടെ ഉണ്ടോ നല്ല രസമായിട്ട് ഉഴുത് മറിച്ചിട്ടിരിക്കുന്നത്, പണ്ട് ഉഴുത് മറിച്ചിട്ടതാണെന്ന് തോന്നുന്നു, ഇപ്പോൾ കുറച്ചു കേട്ടോ. മലഞ്ചെരുവിലല്ലേ പറക്കുന്നു. ഞാൻ പ്രാവിൻ്റെ അടുത്തെത്തി, ചിലപ്പോൾ അവർ പറന്ന് അങ്ങ് പോകും കേട്ടോ. നോക്കട്ടെ, പ്രാവേ ഞാൻ വന്നു, പറന്നു, എല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ നടക്കാൻ പോയിരുന്ന വേറൊരു റോഡാട്ടോ ആ കാണുന്നത്, അത് വേറൊരു കുന്നാണ്. കണ്ടോ, കുറച്ച് സൂം ചെയ്തപ്പോൾ കണ്ടോ, അത് സിമൻറ്റ് റോഡ് ഇപ്പോൾ പുതിയതായിട്ട് ഇട്ടിരിക്കുക. നമ്മൾ അതിൻ്റെ അറ്റം വരെ പോകാറുണ്ട് കേട്ടോ. അറ്റത്ത് കണ്ട ഒരു മരം, ആ മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ പോയി ഇരിക്കും. കുറച്ച് ദൂരെയാണ്, ഞാൻ സൂം ചെയ്തപ്പോൾ അടുത്ത് കണ്ടതാട്ടോ. പ്രാവിനെ പറത്തിക്കാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ മാത്രം ഇങ്ങോട്ട് നടന്നു വന്നത്, അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി അത്രയും ദൂരം ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. കണ്ട സൂര്യൻ അസ്തമിക്കുന്ന കുറേശ്ശെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വെയിൽ കുറച്ചിങ്ങനെ കാണുന്നത്. നല്ല മഴക്കാറായതും കൊണ്ട് വെയിൽ ഇങ്ങനെ ഇപ്പം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത് ചെറുതായിട്ട്. നടന്ന് അവരുടെ അടുത്തേക്ക് തന്നെ പോട്ടെ എന്നിട്ട് അപ്പട്ടൊരു കുന്നിൻ്റെ മുകളിൽ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. അധികം ദൂരം പോവില്ല, കുറച്ച് ദൂരം. പോവാടാ. എന്താ അത്? ആ സൈക്കിളിൻ്റെ ബെല്ല്.
ആ അതിൻ്റെ ആ അടപ്പായിരിക്കും അത്. അല്ലെങ്കിൽ കയ്യിലില്ലേ, കയ്യിലിൻ്റെ വാല് മുറിഞ്ഞത്. നോക്കട്ടെ, അവിടെ വെക്കി, തിരിച്ചു വെക്കി. ആ സൈക്കിളിൻ്റെ ബെല്ലാന്ന് തോന്നുന്നു. വന്നാ പോവാ മോളിക്ക്. പുറത്തിറങ്ങിയാൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലും കണ്ണി കണ്ടൊക്കെ നുള്ളിയും പെറുക്കിയൊക്കെ നടക്കാമല്ലോ. പിന്നെ അങ്ങനെ ഒരു പണി ഉണ്ട് താനും. പുറത്ത് എന്ത് തിളങ്ങണ സാധനമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാണോ, അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനെടുത്ത് വീട്ടിൽ കൊടുന്ന് വെക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്ന് നോക്കിയാലേ അറിയാം, ഈ മാലയുടെ മുത്ത്, ഇപ്പം കണ്ടില്ലേ സൈക്കിളിൻ്റെ ആ കപ്പ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നുള്ളിപ്പെറുക്കി കൊടുന്ന് വീട്ടിലിങ്ങനെ വെക്കും. വെറുതെ സ്ഥലം മുടക്കാൻ. എന്ത് സാധനവും ആ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമോ, അതാണ് പറയുന്നത്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്ന്. ആ ഉണ്ടാക്കും. ചെറുതായി വെയിൽ വന്നിട്ടാ. നമ്മൾ നിൽക്കുന്നിടത്ത് മാത്രം വെയിലില്ലാതെ കണ്ട തണല്. ആ ഇതാരാ പട്ടിക്കുട്ടി, ഇത് വളർത്തുന്നതാണോ? ബെൽറ്റ് കണ്ടോ, കണ്ടോ നീ? ഇതാ അവിടെയൊക്കെ വെയിലുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ സീനറി സൂപ്പറായിട്ട്. അവിടെ ഈ കലണ്ടറിലൊക്കെ കാണില്ലേ, പണ്ട് കാലത്ത് കലണ്ടറിലൊക്കെ ഇങ്ങനത്തെ സീനറികളെല്ലാം ഉണ്ടാവുക. അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ സീനറികളൊക്കെ ഉണ്ടാവുമോ, അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടാവുമോ ഒക്കെ വിചാരിച്ചിരുന്നു. ഇവിടെ അട്ടപ്പാടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ സീനറിയൊക്കെ ഉണ്ട്, സൂപ്പറായ സ്ഥലങ്ങളുണ്ട്. നമ്മളെ കണ്ടിട്ടേ പുറകുന്ന ഒരു നായ കുരയാ. അത് കുറച്ച് വീടുകളുണ്ട്, അതും കൊണ്ടാട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ടില്ല വെയിലിൽ ഇങ്ങനെ ഇവിടെയൊക്കെ കാണാൻ എന്ത് രസം നോക്കി. ഇങ്ങനെ നേരിട്ട് കാണാനും വീഡിയോയിൽ കാണാനും നല്ല രസമുണ്ട്. അത് നരസിമുക്ക് കേട്ടോ, അത് അച്ഛ വടിയെടുത്ത് എറിയാ. പോവാ, ഞാൻ പോവാ ചെല്ലി നടന്നോളൂ. ട്രക്കിങ്ങിന് വന്ന പോലെ കേട്ടോ നമ്മളിവിടെയൊക്കെ കയറുന്നത്. രണ്ടോ ഒരു കുത്തനുള്ള സ്ഥലമൊക്കെ കൊത്തി പിടിച്ച് കയറി. ഇവിടെ അങ്ങനെ തന്നെ. എവിടെ ഷോർട്ട് കട്ട്? അയ്യോ അവിടെ കയറാൻ പറ്റുമോ? നീ കയറും, നീ ആൺകുട്ടിയില്ലേ. അമ്മേ അവിടെ വേണ്ട, നമുക്ക് അധികം പോവാം. ഞാൻ കയറൂല. ഇവിടെ കയറാനാണ് പറഞ്ഞത് ഇവൻ. നോക്കിയപ്പോൾ കയറാന്ന് തോന്നണു. പറ്റുമോ? നിരങ്ങരുത്. അവൻ പോണോക്ക്. നിരങ്ങാതെ കയറ്. ആ നീയാ പറഞ്ഞ ഷോർട്ട്. എന്നാ പിന്നെ ഇതേ കയറായിരുന്നു, നിറങ്ങോടത്ത് കൂടി അല്ലാണ്ട്. ഇരുന്നു. ആ ചേച്ചി കയറിയടുത്ത് കൂടി കയറ്. അവിടെ നിന്ന് എണീച്ചിട്ട് നിരങ്ങണു പറഞ്ഞ അവിടെ ഇരുന്ന് നിരങ്ങാൻ നിൽക്കണു അവൻ. നോക്ക് പാൻറ് എന്താടാ ഇപ്പൊ കുഴിച്ചല്ലോ. എണീറ്റിട്ട് തട്ടിക്കോ മൂട് പാൻറ്റൊക്കെ. കമ്പ് കണ്ണി കുത്തണ്ടാട്ടോ. ചേച്ചി കേറി. അപ്പൊ ഞാൻ ശശിയുടെ അനിയൻ സുമേഷ്. ആ കേറിയിട്ട് തട്ടിയാ മതി. ആ അവര് കേറി. ഇനിയിപ്പോൾ ഞാൻ കയറട്ടെ. ഞാനൊന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ട്. നിരങ്ങി വീണാൽ ആരും ഉത്തരവാദി? അച്ഛ ഉത്തരവാദി. അമ്മേ നീയാണ് എന്നെ ഇതിൽ കൂടി കയറ്റിയത്. ആ നീയല്ലേ അതേ കയറ്. ആ കമ്മ്യൂണിസ്റ്റ് അപ്പൻ്റെ ഇതൊക്കെ കമ്പൊക്കെ പിടിച്ചാൽ കയറുന്നത്. ഇത് പറഞ്ഞു വന്നാൽ ഞാൻ തലയും കുത്തി താഴ്ത്ത്. അമ്മേ കേറി ഇതാ ഫോൺ. കയറി മുകളിലെത്തി. കയറി. ഈ ഷോർട്ട് കട്ട് ഇനി വേണ്ട, ഷോർട്ട് കട്ട് മതി. വേണ്ട നീ കയറിക്കോ, ഞാൻ നേരെ വഴി കൂടി നടന്നു വന്നോളാം. എന്താ വഴി? ഞങ്ങൾ കയറിൻ്റെ തൊട്ടിപ്പുറത്ത് ശരിക്കുള്ള വഴി.
ദേ ആ ശരി കുഴപ്പമില്ല. എന്നാലും നമ്മളവിടെ കൊത്തിപ്പിടിച്ച് കയറിയല്ലോ. ആ അവ ഓടി. ആ ഇവിടെ നിരപ്പായ സ്ഥലത്തെത്തി, അതാണ് അവൻ ഓടിയത്. ആ അല്ലെങ്കിൽ ഇപ്പോൾ ഓടിയത് തന്നെ. ഇതേ പോന്ന്. ഒരു കോമൺ ബാത്റൂം പുറത്തും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കോണിക്കൂടിൻ്റെ ചുവട്ടിൽ ഇത് ടെറസൊക്കെയുള്ള കോണിയാണ്. നമുക്ക് കയറി നോക്കാം. ദാച്ചു കയറി മുകളിലെത്തി. ചെലി വരുന്ന കയറട്ടെ. കയറി മുകളിലോട്ട് പോവാണ്. ഞാൻ നല്ല കാഴ്ചയായിരിക്കും മുകളിൽ. ആ അപ്പം ഞങ്ങൾ കയറിയിട്ട് എവിടെ എത്തി? ടെറസിൻ്റെ മുകളിലെത്തി. സൈഡൊന്നും പോവല്ലേ. ആ ആട്ടിൻകുട്ടി ആട് മേയുണ്ട് ഇവിടെയൊക്കെ. ഈ ടാങ്കിൽ നിറയെ വെള്ളം വെക്കാറുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല, ഇവിടെ നോക്കിയാൽ കാണില്ല. എന്തിനാ അറിയോ? ആനയ്ക്ക് കുടിക്കാൻ. ഇവിടെ ആന വരുന്ന സ്ഥലം കേട്ടോ. ആ ഇത് കണ്ടോ എന്ത് രസമാണ് ഇവിടുത്തെ കാഴ്ച. ടെറസിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ സൂപ്പറായി. അടിപൊളി. സൈഡിക്കൊന്നും പോലെ ആ ഇവിടെ നിന്ന് കാണാം എന്തുണ്ടെങ്കിലും. ആഹാ സൂപ്പർ, എന്ത് രസാ. അയ്യോ കാറ്റും അടിപൊളിട്ടാ. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് സൈഡിൽ പോയി ചാടും തോന്നുന്നു. നടുക്ക് നിൽക്കട്ടെ. വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ അതിലേക്കും കണ്ണും ശ്രദ്ധയും മൊത്തം, വേറെ ഒന്നും നോക്കൂല. അതാണ്. ഹായ് എന്ത് രസാ. നമ്മുടെ വീടൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ. ആ ആട് വരുന്നു. ആട് വരിക്ക് ഓടി വരാ. ഉണ്ടാവും, പുറകിൽ വരുന്നുണ്ടാവും. നല്ല കാഴ്ച തന്നെ. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ കുറച്ച് ആസ്വദിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ വരാം. വെറുതെ അടുത്ത കാഴ്ചകളും ഞങ്ങൾ വരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.